നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 786 786. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 18-ാം അധ്യായത്തിലെ ശ്ലോകം 24 മുതൽക്കാണ് പറയേണ്ടത്. ശ്ലോകം 24. ഗതേ രാജനി സാവീരേ തത്ര സ്മരുദതി പിതു ന്യവേദയത്തത സർവം മുക്തം സർമ്മിഷ്ടയാകൃതം. എല്ലാം സർമ്മിഷ്ടയുടെ കാര്യങ്ങൾ കൊണ്ട് വന്ന അപാകതയാണ് എന്ന് പറയണു. അതായത് വീരനായ രാജാവ് പോയപ്പോൾ അവിടെ അവൾ കരയുന്നവളായിട്ട് പിന്നെ ശർമ്മിഷ്ഠയാൽ പറയപ്പെട്ടതും ചെയ്യപ്പെട്ടതുമായ സർവവും പിതാവിനോട് അറിയിച്ചു. ദേവയാനി എന്ത് ചെയ്തു? തൻ്റെ അച്ഛനായിരിക്കുന്ന പിന്നെ ശുക്രാചാര്യരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പറയണം. യയാതിക്ക് ശർമ്മിഷ്ഠയെ ലഭിച്ചതും ദൈവേശയാലാണെന്ന് കാണിക്കുന്നു. വീരനായ യയാതി രാജാവ് പോയ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ട ദേവയാനി കരഞ്ഞും കൊണ്ട് പിതാവിൻ്റെ സമീപത്ത് ചെന്നു. ശർമ്മിഷ്ഠ തന്നെ ഭിക്ഷക്കാരിയെന്നും മറ്റും പറഞ്ഞ് അപേക്ഷിച്ചതും പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടതും എല്ലാം പിതാവിനെ അറിയിച്ചു. അടുത്ത ശ്ലോകം 25. ദുർമനാം ഭഗവാൻ കാവ്യ പൗരോഹിത്യം വിഗർഹയൻ സ്തുവൻ വൃത്തിം ചകാബോധീം ദുഹിത്രാസയോ പുരാത്. ഭഗവാനായ ആ ശുക്രാചാര്യർ മനസ്സുഖമില്ലാത്തവനും പുരോഹിത വൃത്തിയെ നിന്ദിക്കുന്നവനും കബോധ സംബന്ധിയായ വൃത്തിയെ കബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രാവ് എന്നാണ് പറയുക. അതിനൊരു കഥന്യുണ്ട് വരുന്നത്. സ്തുതിക്കുന്നവനുമായിട്ട് അവൻ പുരത്തിൽ നിന്ന് ദുഹിതാവിനോടുകൂടി പോയി, മകളോടുകൂടി പുറത്തേക്ക് പോയി. അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹാജ്ഞാനിയായ ശുക്രമുനി ദുഃഖിച്ചു. ആരെ കൊണ്ടാണ് ദുഃഖിച്ചത്? മകളെ കൊണ്ട്, അല്ലേ? മനസ്സിലാക്കിയോ? അപ്പോൾ ഭഗവാനായിട്ടും ഈശ്വരതുല്യനായിട്ടും ദുഃഖിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അതിലൊക്കെ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. പുരോഹിത വൃത്തിയെ വെറുത്തു, ഉഞ്ചവൃത്തിയെ ശ്രേഷ്ഠമെന്ന് കരുതി സ്തുതിച്ചു. ഉടനെ പുത്രീ സഹിതനായി അസുര രാജാവായ വൃഷപർവാവിൻ്റെ രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടു പോയി. 26-ാമത്തെ ശ്ലോകം. വൃഷപർവാത്തമാജ്ഞായ പ്രത്യനീക വിവക്ഷിതം ഗുരും പ്രസാദയൻ മൂർധനാ പാദയോ പതിതപതി. അപ്പം എന്തുണ്ടായത്? വൃഷപർവാവ് ആ ഗുരുവിനെ എതിരാളികൾക്ക് ജയത്തെ ആഗ്രഹിക്കുന്നവനായി അറിഞ്ഞിട്ട് മാർഗത്തിൽ ശിരസ് കൊണ്ട് പ്രസാദിപ്പിക്കുന്നവനായിട്ട് പാദങ്ങളിൽ പതിച്ചു. അതായത് വഴി മുടക്കി നമസ്കരിച്ചു. അപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞത് കേൾക്കാണ്ടിരിക്കാനും പറ്റില്ല. അതിൻ്റെ ഭാവാർത്ഥം. വൃഷപർവാവ് സ്വഗുരുവായ ശുക്രാചാര്യൻ തൻ്റെ ശത്രുക്കളായ ദേവന്മാർക്ക് ജയം വരുത്തി കൊടുക്കാൻ ആഗ്രഹിച്ചും കൊണ്ടാണ് പോകുന്നതെന്ന് നിശ്ചയിച്ചു. സത്യത്തിൽ മകളോടുള്ള അടുപ്പം ദോഷകരമായിട്ട് ഭവിക്കരുത് പറഞ്ഞിട്ടാണ് അവിടുത്തെ സ്ഥലം വിട്ടു പോകുന്നത്. പിന്നാലെ ചെന്ന് ഗുരുവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി വഴിയിൽ വെച്ചു തന്നെ ഗുരുപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പം അതിലൊരു ഗുണപാഠമുണ്ട്. എന്താ? ഗുരുവിനെ പ്രീതിപ്പെടുത്തിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയാവും. അപ്പോൾ 27-ാമത്തെ ശ്ലോകം പറയുന്നു. ക്ഷണാർദ്ധം മന്യോർ ഭഗവാൻ ശിഷ്യം യാചഷ്ടവർഗവ
കാമോ അസ്യാക്രിയതാം രാജന്നൈനാം തെക്തും മിഹോത്സഹേ. അതായത് ക്ഷണാർത്ഥം ഒരു നിമിഷം കോപമുണ്ടായി പെട്ടെന്ന് തടുക്കും. ആർക്ക്? നല്ല ആൾക്കാർക്ക്. ചിലവരത് അണക്കിന് വെച്ച് നടക്കും. അപ്പോൾ ക്ഷണാർത്ഥം കോപത്തോടു കൂടിയ ഭഗവാനായ ശുക്രൻ ശിഷ്യനോട് പറഞ്ഞു, ഹേ രാജാവേ, ഇവളുടെ അഭീഷ്ടം സാധിപ്പിക്കുക. ആരുടെ? എൻ്റെ മകളുടെ ദേവയാനിയുടെ ഇഷ്ടം സാധിപ്പിക്കുക. ഈ അവസരത്തിൽ ഇവളെ ത്യജിപ്പാനായി കൊണ്ട് ഞാൻ ശക്തനല്ല എന്ന് പറഞ്ഞു, ഏതൊരു പിതാവിനെ പോലെ. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയണു. വിവേകിയായ ശുക്രമുനിക്ക് അരനിമിഷത്തിൽ നേരം കോപം നിൽക്കുകയില്ല. അതായിരിക്കണം നമ്മുടെയൊക്കെ ഭാര്യയും ഭർത്താവിൻ്റെയും മക്കളുടെ ഒക്കെ തുരുപ്പിച്ചിട്ട് ക്രോധം വന്നോട്ടെ, അരനിമിഷത്തിൽ മീതെ നിൽക്കാൻ പാടില്ല. അതിന് മീതുള്ളവരെ സ്വയം അഗാധമായ ഗർത്തം കുഴിച്ച് അതിൽ അകപ്പെടുന്നുള്ളത് 100-110% ശരിയാണ്. ഐദർ സ്പൗസ് ചിലപ്പോൾ സഹിച്ചു എന്നൊക്കെ വരും, അത് വേറെ കാര്യം. ഈ ജന്മം കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ജീവിതമുണ്ട്. അപ്പം മനസ്സാ വാച കർമ്മണ നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിപ്പിക്കരുത്. അതാർക്കാ ഉപദ്രവമാവുക? ആരാണ് ദുഃഖിപ്പിച്ചത് അവർക്ക് തന്നെ പ്രശ്നം വരിക, മറ്റുള്ളവർക്കല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, വിവേകിയായ ശുക്രമുനിക്ക് അരനിമിഷത്തിലധികം നേരം കോപം നിൽക്കുകയില്ല. നമസ്കരിച്ച മാത്രത്തിൽ കോപം ശമിച്ചതിനാൽ ശിഷ്യനായ വൃഷഭർവാവിനോട് പറഞ്ഞു, ഹേ രാജൻ, ഇവളുടെ അഭീഷ്ടം എന്തായാലും അത് സാധിപ്പിച്ചു കൊടുക്കുക. ഇവളെ ഉപേക്ഷിപ്പാൻ ഞാൻ ശക്തനല്ല എന്ന് പറഞ്ഞു. 28ാമത്തെ ശ്ലോകം. തദേത്യവസ്ഥിതേ പ്രാഹ ദേവയാനി മനോഗതം പിത്രാദത്തായതോ യാസ്യേ സാനുഗായാതു മാമനു. അപ്രകാരമെന്ന് പറഞ്ഞു നിന്നപ്പോൾ ദേവയാനി മനസ്സിലുള്ളതിനെ പറഞ്ഞു, പിതാവിനാൽ നൽകപ്പെട്ടവളായിട്ട് എവിടെ ഞാൻ പോകുമോ അവിടെ അങ്ങയുടെ മകൾ ഇവൾ സഖികളോടുകൂടി എന്നെ അനുഗമിക്കട്ടെ. പറഞ്ഞു കേട്ടോ, കിട്ടിയ അവസരം മുടക്കിയില്ല. ഞാൻ എവിടെയാണ് വിവാഹിതയായിട്ട് പോണത്, അവിടെ അങ്ങയുടെ മകള് ദാസികളോടുകൂടി വന്ന് എന്നെ പരിചരിക്കണം. അപ്പോൾ എന്താണ് ശർമ്മിഷ്ഠ പറഞ്ഞത്? അതിനെതിരായിട്ട് നടക്കാൻ പോവുകയാണ് ഇനി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് വൃഷഭർവാവ് പറഞ്ഞ അവിടെ നിന്നപ്പോൾ ദേവയാനി അവരുടെ ആഗ്രഹം പറഞ്ഞു. അച്ഛൻ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ ഈ ശർമ്മിഷ്ഠ അവളുടെ സഖിമാരോടുകൂടി എൻ്റെ പിന്നാലെ വരണം, എൻ്റെ ദാസ്യം സ്വീകരിക്കണം. അപ്പോൾ അച്ഛൻ്റെ നിഷ്കളങ്ക മനസ്സല്ല ആർക്കുണ്ടായത്? ദേവയാനിക്കുണ്ടായത്. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കഥ നീ അവിടേക്കൊക്കെ പോകണം, ശ്രദ്ധിച്ചോളൂ. 29ാമത്തെ ശ്ലോകം. സ്വാനാം തത്സങ്കടം വീക്ഷ്യ തദർത്ഥസ്യ ഗൗരവം ദേവയാനിം പരിചരത് സ്ത്രീ സഹസ്രേണ ദാസവത്. സ്വജനങ്ങളുടെ അവനിൽ നിന്നുള്ള ക്ലേശത്തെയും അവനെ കൊണ്ടുള്ള പ്രയോജനത്തിൻ്റെ ഗൗരവത്തെയും വൃഷഭർവാവ് അത് സ്വീകരിച്ചില്ലെങ്കിൽ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ആരാ? തൻ്റെ ഗുരുവാണ്. തൻ്റെ ഗുരു ദേവന്മാരുടെ പക്ഷത്ത് ചേർന്നാലോ തൻ്റെ രാജ്യാധിപത്യം പോകും. എന്നാൽ അതിനേക്കാൾ നല്ലത് മകള് ദാസ്യവൃത്തി എടുക്കുകയാണ് നല്ലത് എന്നാണ് വിവക്ഷ. അപ്പോൾ അവളെ കൊണ്ട് തന്നെ പ്രയോജനത്തിൻ്റെ ഗൗരവത്തെയും കണ്ടിട്ട് സഹസ്രം സ്ത്രീകളോടുകൂടി ദാസിയെ പോലെ ദേവയാനിയെ പരിചരിച്ചു. അതിന് ഭാവാർത്ഥം. ശുക്രമുനി തങ്ങളെ വിട്ടുപോകുന്നത് കൊണ്ടുണ്ടാകുന്ന സങ്കടത്തെയും അദ്ദേഹം അവിടെ താമസിക്കുന്നത് കൊണ്ട് സ്വജനങ്ങൾക്കുണ്ടാകുന്ന കാര്യഗൗരവത്തെയും കുറിച്ച് വിചാരം ചെയ്ത് നന്നായി അറിഞ്ഞ ശർമ്മിഷ്ഠ തൻ്റെ സഖിമാരായ 1000 പേരോടുകൂടി ചേർന്ന് ദാസിയെപ്പോലെ ദേവയാനിയെ പരിചരിച്ചു.
30-ാമത്തെ ശ്ലോകം. നകുഷായ സുതാം ദത്വാ സഹ സർമ്മിഷ്ടയോഷനാഃ തം ആഹരാജൻ സർമ്മിഷ്ടാം അധാസ്തൽപേ ന കർഹിചിത്. ഉസനസ്, അതായത് ശുക്രാചാര്യരുടെ പേരാണ്, നകുഷപുത്രനായിക്കൊണ്ട് സർമ്മിഷ്ഠയോടുകൂടി സുതയെ നൽകിയിട്ട്, മകളെ നൽകിയിട്ട്, ഹേ രാജാവേ, സർമ്മിഷ്ഠയെ ഒരു കാലത്തും ശയനത്തിൽ ആധാനം ചെയ്യരുത് എന്ന് അവനോട് പറഞ്ഞു. അതായത് ഇദ്ദേഹം തൻ്റെ മകളെ ആർക്കാ കൊടുത്തത്? നകുഷപുത്രനായിട്ടുള്ള അപ്പോൾ ആ ദാസി എന്താണ് പറയുക, സർമ്മിഷ്ഠയാകുന്ന വൃഷപർവാവിൻ്റെ മകളാണ്. സർമ്മിഷ്ഠയോട് കൂടി 1000 ദാസിമാരുള്ളപ്പം പോകുന്നുണ്ട്. അപ്പോൾ ശുക്രാചാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മകളുടെ ദാസിയാണ് ആര്? ഈ ശർമ്മിഷ്ഠ. അവളുടെ അടുത്ത് ഒരിക്കലും അങ്ങയുടെ കണ്ണ് പോകാൻ പാടില്ല. അതായത് അവളെ പ്രാപിക്കരുത് എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറഞ്ഞത്. ശുക്രാചാര്യൻ നകുഷപുത്രനായ യയാതി രാജാവിന് സർമ്മിഷ്ഠയോടുകൂടി സപുത്രിയെ ദേവയാനിയെ ദാനം ചെയ്ത ശേഷം, ഹേ രാജാവേ, സർമ്മിഷ്ഠയെ ഒരു കാലത്തും അങ്ങയുടെ ശയനത്തിൽ കയറ്റാതിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവാം ഈ കഥ അവിടെ പോയിട്ടേ അവസാനിക്കുള്ളൂ എന്നുള്ളത്. 31. വിലോക്യ ഔശനസീം രാജൻ സർമ്മിഷ്ഠ സപ്രജാം ക്വചിത് തം ഏവ വവ്രേ രഹസി സഖ്യാപതി മൃദോ സതീ. ഹേ രാജാവേ, സന്താനത്തോടു കൂടിയ ഉസനസിൻ്റെ പുത്രിയെ കണ്ടിട്ട് ഒരിക്കൽ പതിവ്രതയായ സർമ്മിഷ്ഠ ഋതുകാലത്തിൽ സഖിയുടെ പതിയായ അവനെ തന്നെ ഏകാന്തത്തിൽ വരിച്ചു. ഇതാണ് വലിയ കൊട്ടാരത്തിൽ എന്താണ് നടക്കണതെന്നുള്ളത് സാധാരണക്കാർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഹേ രാജാവേ, ദേവയാനിക്ക് സന്താനമുണ്ടായി. സന്താനവതിയായ ദേവയാനിയെ കണ്ടപ്പോൾ സർമ്മിഷ്ഠയും സന്താനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. സഖിയായ ദേവയാനിയുടെ ഭർത്താവായ യയാതി മഹാരാജാവിനെ തന്നെ ഋതുകാലത്തിൽ പരിശുദ്ധയായ ഇവരെ അന്യപുരുഷനെ സ്വീകരിക്കാതെ ഇരുന്ന ഇതുവരെ, അതാണ് അപ്പോൾ എന്തോ ഗുരുത്തക്കള് ദേവയാനോട് പറഞ്ഞെങ്കിലും കൂടി അവൾ പതിവ്രതയാണ്, ആരെയും പ്രാപിച്ചിട്ടില്ല. സ്വീകരിക്കാതെ ഇരുന്ന ശർമ്മിഷ്ഠ ഏകാന്തത്തിൽ പ്രാപിച്ചു. സമീപത്ത് ചെന്ന് അപേക്ഷിച്ചു, എനിക്ക് ഒരു പുത്രനെ തരണം. ഇവിടെ വലിയൊരു എന്താണ് അബദ്ധം എന്ന് പറയാൻ പാടില്ല, എന്നാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റൂല. അങ്ങനെയുള്ളൊരു കാര്യം കിടക്കുന്നുണ്ട്. പക്ഷെ രാജാക്കന്മാർക്ക് അതൊക്കെ എന്താണ് പറയുക, ശ്രേഷ്ഠാണേനും. എന്താ അതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ ഒരു പുരുഷനെ കണ്ട് എനിക്ക് നിങ്ങളോ നിങ്ങളുടെ കാശോ അല്ല വലുത്, എനിക്ക് നിങ്ങളിൽ നിന്ന് എനിക്കൊരു സന്താനം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ബീജാദാനം ചെയ്യണം എന്നാണ് മനുസ്മൃതി പറയുന്നത്. അതാണ് ഇപ്പോൾ വരാൻ പോണത്. അപ്പോൾ പറഞ്ഞു 32. രാജപുത്രാർത്ഥിതോ അപത്യേ ധർമ്മം ച അവേക്ഷ്യ ധർമ്മവിത്. അധർമ്മത്തിനെ ധർമാക്കി സ്മരൻ ശുക്രവചകാലേ ദിഷ്ടമേവാഭ്യപത്യത. രാജപുത്രിയാൽ ഋതുകാലത്തിൽ സന്താനത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കപ്പെട്ട ധർമ്മജ്ഞൻ ശുക്രവാക്യത്തെ ഓർക്കുന്നുവെങ്കിലും ധർമ്മത്തെ ആലോചിച്ചിട്ട്, അതാണ് ധർമ്മം. സ്ത്രീ ആഗ്രഹിച്ചാൽ അത് നിറവേറ്റി കൊടുക്കണമെന്നാണ്. എന്നാലും പുരുഷൻ ഒരു സ്ത്രീനെ കണ്ടിട്ട് എനിക്ക് നിന്നൊരു കുട്ടി ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല, അതാ ധർമ്മം. അപ്പോൾ
പ്രാരബ്ധം നിമിത്തം ആഗതമായി ഇതിനെ തന്നെ. എന്താ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ? സഞ്ചിത പ്രാരബ്ധ കർമ്മം, തലയിലെഴുത്ത് എന്ന് ആണെങ്കിൽ പറയാം. പ്രാപിച്ചു, അവളുടെ ഇഷ്ടം പൂർത്തീകരിച്ചു കൊടുത്തു. അപ്പോൾ അസുരരാജാവിൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠ ഋതുകാലത്തിൽ സന്താനാർത്ഥം ചെയ്ത അപേക്ഷയെ ഉപേക്ഷിക്കുന്നത് യുക്തമല്ലെന്ന് രാജാവിന് തോന്നി. അതേ സമയത്ത് തന്നെ ശർമ്മിഷ്ഠയെ ഒരു കാലത്തും അംഗീകരിക്കരുതെന്ന് ശുക്രൻ പറഞ്ഞതിനെയും ആലോചിച്ചു. എങ്കിലും ദേവേശയ സമീപത്ത് വന്നു നിൽക്കുന്ന ശർമ്മിഷ്ഠയുടെ പ്രാർത്ഥനയെ തന്നെ സ്വീകരിച്ചു. കാമാധീനനായിട്ടല്ല, അവളെ ഉപേക്ഷിക്കുന്നത് അധർമ്മമാണെന്നുള്ള വിചാരം കൊണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. പറഞ്ഞ വിഷയോ മാത്രമാണ് അംഗീകരിച്ചത്, അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിട്ടല്ല. ശർമ്മിഷ്ഠയും കാമാതുരയായിട്ടല്ല സന്താനം വേണമെന്ന് അർത്ഥിച്ചത്, അപേക്ഷിച്ചത്. ആ സ്ഥിതിക്ക് ത്യജിക്കുന്നത് ധർമ്മമല്ല എന്നാണ് രാജവിചാരം. 33-ാമത്തെ ശ്ലോകം. യദും ചതുർവസും ചൈവ ദേവയാനി വ്യജായത ദൃഹ്യം ചാനും ച അനും ച പുരം ശർമ്മിഷ്ഠ വാർഷപർവണി. അതായത് വൃഷപർവാവിൻ്റെ പുത്രി എന്നാണ് അർത്ഥം പറയാം. ദേവയാനി യദുവിനെയും ദുർവസുവിനെയും ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദേവയാനിക്ക് 2 കുട്ടികളുണ്ട്, യദുവും ദുർവസുവും. ശർമ്മിഷ്ഠയ്ക്ക് 3 കുട്ടികളുണ്ടായി. എങ്ങനെ? ദൃഹ്യു, അനു, പുരു എന്നു പേരായ 3 പുത്രന്മാരെ ജനിപ്പിച്ചു. വിവാഹം കഴിച്ച സ്ത്രീയിൽ 2ഉം ദാസിയിൽ 3 പ്രജകളുണ്ടായി. 34-ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. ഗർഭസംഭവമാസുര്യ ഭർത്തുർവിജ്ഞായമാനിനി ദേവയാനി പിതുർഗേഹം യയോ ക്രോധ വിമൂർച്ഛിത. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് കാര്യം പിടികിട്ടി. ദേഷ്യപ്പെട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. ഭർത്താവിൽ നിന്ന് ആസുരപുത്രിയുടെ ഗർഭസംഭവത്തെ അറിഞ്ഞിട്ട് അഭിമാനവതിയായ ദേവയാനി ക്രോധത്താൽ ഏറ്റവും വിമൂർച്ഛിക്കപ്പെട്ടവളായിട്ട് പിതാവിൻ്റെ ഗേഹത്തെ യാനം ചെയ്തു. തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ ഭാവാർത്ഥം: സ്വഭർത്താവ് അസുരരാജപുത്രിയിൽ ഗർഭാധാനം ചെയ്തതായി അറിഞ്ഞപ്പോൾ ഈർഷ്യാകുലഷിതയായ ദേവയാനി അടക്കാൻ കഴിയാത്ത ക്രോധത്തിന് അധീനയായതിനാൽ ഭർതൃസാന്നിധ്യത്തെ ഉപേക്ഷിച്ച് പിതൃഭവനം പ്രവേശിച്ചു. അതാണ് ശുക്രാചാര്യക്ക് അരനിമിഷേ ക്രോധം ഉണ്ടായുള്ളൂ. ഇവിടെ അങ്ങനെയല്ല മകൾക്ക്. അത് ബ്രാഹ്മണപുത്രിയായിട്ടും ക്രോധത്തിന് എന്താണെന്നാ പറയാം, വശംബദ്ധരാവരുത് എന്നുള്ള ലോ പോയിൻ്റൊക്കെ ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഗുണക്കണ്ണൊക്കെ ശ്രദ്ധിക്കണം. 35. പ്രിയമാനുഗത കാമീവജോഭിരുപമന്ത്രയൻ ന പ്രസാദയിതും ശേഖേ പാദസംവാഹനാദിബി. പ്രിയയെ അനുഗമിച്ച്, അതായത് ദേവയാനിയെ അനുഗമിച്ച് കാമിയായ യയാതി രാജാവ് വാക്കുകൾ കൊണ്ടും പാദസ്പർശനാദികൾ കൊണ്ടും, കാല് തൊട്ട് മാപ്പ് ചോദിക്കുക അച്ഛനോട്, അല്ല അതായത് ദേവയാനിയുടെ അച്ഛനോട്, സമാശ്വസിപ്പിക്കുന്നവനായിട്ട് പ്രസാദിപ്പിക്കുവാനായിക്കൊണ്ട് ശക്തനായില്ല. അതായത് യയാതിയുടെ എല്ലാ നീക്കങ്ങളും അസ്ഥാനത്തായി. ശുക്രാചാര്യർക്ക് കേൾക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. പിതൃഭവനത്തിലേക്ക് പോകുന്ന പത്നിയുടെ പിന്നാലെ ഭർത്താവായ യയാതി രാജാവും ചെന്നു. വഴിയിൽ വെച്ച് പലവിധ ലാളനകൾ ചെയ്തു. പാദസ്പർശം മുതലായ കാമലീലകളെയെല്ലാം അഭിനയിച്ചു. ശുക്രാചാര്യ അടുത്തേക്കല്ല, വഴിയിൽ വെച്ച് ദേവയാനിയുടെ കാലനെ പിടിച്ച് മാപ്പ അപേക്ഷിച്ചു എന്നാ അവിടെ ഒരു പദമുണ്ട്. കാമലീലകളെയെല്ലാം അഭിനയിച്ചുതാ. ആ വാക്ക് വളരെയധികം അർത്ഥവത്താണ്. ഒരു ഭാര്യയുടെ അടുത്ത് അഭിനയിച്ചു എന്നാണ് പറഞ്ഞത്.
എങ്കിലും ദേവയാനിയെ സന്തോഷിപ്പിക്കുവാൻ സാധിച്ചില്ല. അതാട്ടിരിക്കട്ടെ. അടുത്തത് 36ാമത്തെ ശ്ലോകം പറയണു. ശുക്രസ്തമാഹ പുരിത സ്ത്രീ കാമാൻ പുരുഷ പൂരുഷ ത്വാം ജരാ വിശദാം മന്ദ വിരൂപകരണീ നൃണാം. ശുക്രാചാര്യർ യയാതി മഹാരാജാവിനെ ശപിച്ചു. എന്താ, നീയ് ഈ യൗവനം ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തത്. നിനക്ക് ജരാനരകൾ സംഭവിച്ച് നിൻ്റെ യൗവനം നശിക്കട്ടെ എന്ന് ശപിച്ചു മകൾക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ വാക്കാർത്ഥം ശരിക്കുക. കോപിച്ച ശുക്രൻ അവനോട് പറഞ്ഞു. ആരോട്? യയാതിയോട്. സ്ത്രീയിൽ കാമത്തോടു കൂടിയ ശരിക്ക് അതല്ല ഉണ്ടായിട്ടുള്ളത്. സ്ത്രീവശനായിട്ടല്ല യയാതി പിന്നെ എന്താ പറയുക, രാജാവിന് പിന്നെ ദാസിയെ പുലുകിയത് അല്ലെങ്കിൽ സഹസേനം ചെയ്തത്. അപ്പോൾ സ്ത്രീയിൽ കാമത്തോടു കൂടിയ അസത്യവാനായ പുരുഷ, ബുദ്ധിഹീന, വിരൂപകരണി, മനുഷ്യരുടെ സൗന്ദര്യത്തെ കളയുന്ന ജര നിന്നെ പ്രാപിക്കട്ടെ, പ്രവേശിക്കട്ടെ, നിന്നിൽ പ്രവേശിക്കട്ടെ എന്നാണ് ശാപം. അതിൻ്റെ ഭാവാർത്ഥം പറയണു. വൃത്താന്തം അറിഞ്ഞതിനാൽ കോപിച്ച ശുക്രമുനി രാജാവിനോട് പറഞ്ഞു, സ്ത്രീയിലുള്ള കാമം നിമിത്തം സത്യത്തെ പരിപാലിക്കാത്ത പുരുഷാധമ, മനുഷ്യ ശരീരത്തിൽ വിരൂപതയെ ജനിപ്പിക്കുന്നതായ ജരാവസ്ഥ നിന്നെ ഇപ്പോൾ തന്നെ ബാധിക്കട്ടെ എന്നായിരുന്നു ശാപം. യയാതിരുവാച. അപ്പോൾ യയാതി അതിന് മറുപടി പറയണേ. അതൃപ്തോ അസ്മദ്യ കാമാനാം ബ്രഹ്മൻ ദുഹിതരിസ്മതേ വിത്യസ്യതാം യഥാ കാമം വയസായോ അഭിദാസ്യതി. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഹേ ബ്രാഹ്മണോത്തമ, അങ്ങയുടെ ദുഹിതാവിൽ പുത്രിയിൽ കാമങ്ങളുടെ അതായത് ഭോഗങ്ങളാൽ ഇപ്പോൾ അതൃപ്തനാകുന്നു. യാതൊരുവൻ സന്തോഷപൂർവം ദാനം ചെയ്യുമോ? വയസ്സുകൊണ്ട് കാമാനുസരണം വ്യത്യാസപ്പെടുത്തിക്കൊള്ളുക. അതൊരു ടെക്നിക്കൽ പ്രസൻറ്റേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. യയാതി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ ബ്രാഹ്മണോത്തമ, ഇത്ര കാലമായി ഞാൻ അങ്ങയുടെ പുത്രിയോട് ചേർന്ന് കാമഭോഗങ്ങൾ അനുഭവിച്ചിട്ടും സംതൃപ്തനായിട്ടില്ല. കാരണം കാമാതുരനായിട്ട് ഞാൻ ദേവയാനിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. മറ്റത് ടെസ്റ്റ് ട്യൂബ് ബേബി പോലെ അവളെന്തൊക്കെയോ പറഞ്ഞു ഞാൻ കൊടുത്തു എന്നല്ലാതെ കണ്ട് ഞാൻ അവളെ കാമവികാരത്തോടു കൂടിയിട്ട് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അവളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ 2 കൊടുത്തപ്പോൾ അവിടെ 3 മാത്രം. അതാണ് ദൈവേശ എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അതിനാൽ ഞാൻ ജാരജർജിതഗാത്രനായാൽ അങ്ങയുടെ പുത്രിക്കും അത് സന്താപഹേതുവായി തന്നെ ഇരിക്കുമെന്ന് രാജാവ് പറഞ്ഞപ്പോൾ ശുക്രൻ പറഞ്ഞു, എന്നാൽ അതായത് ശുക്രാചാര്യർ അരനിമിഷം ദേഷ്യമുള്ളൂ. ആ അരനിമിഷത്തെ ദേഷ്യത്തിൽ ശപിച്ചു, നമുക്ക് ജരാനരകൾ പ്രാപിച്ചിട്ട് വൃദ്ധനാവട്ടെ. ഉടനെ അതിലൊരു ലോ പോയിൻ്റ്, ഗുണ പോയിൻ്റ് ആര് കണ്ടുപിടിച്ചു? യയാതി. അല്ല, അപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മകൾക്ക് ഭർത്താവ് ജരാനര ബാധിച്ച് വൃദ്ധനായിരിക്കും, അവളുടെ ഇഷ്ടാനങ്ങൾ നോക്കാൻ സാധിക്കാണ്ട് വരും. അപ്പം നിങ്ങൾക്കല്ലേ സങ്കടം. അപ്പം മൂപ്പര് പറയുകയാണ്, കാമാനുസരണം വ്യത്യാസപ്പെടുത്തിക്കൊള്ളുക. ആ വ്യത്യാസപ്പെടുത്തൽ എന്താണ് എന്നാണ് പറഞ്ഞത്. അതാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. എന്നാൽ അങ്ങയുടെ പുത്രന്മാരോ മറ്റോ അവരുടെ യൗവനം സന്തോഷപൂർവം നൽകുമെങ്കിൽ, ആ സന്തോഷപൂർവം എന്നുള്ളത് അതിലേറെ കേമ നൽകുമെങ്കിൽ ഈ ജരയെ അവർക്ക് കൊടുത്തുകൊള്ളുക എന്നായി. അപ്പോൾ ഈ 38, 39 ശ്ലോകങ്ങൾ ഒപ്പം പോകും. എങ്ങനെയാണത് എന്ന് ചോദിച്ചാൽ, ഇതിലബ്ധവ്യവസ്ഥാന പുത്രം ജ്യേഷ്ഠം അവോചത യഥോ താതാ പ്രതീക്ഷേ മാം ജരാം ദേഹി നിജം ഭയ. അടുത്തത് 39.
മാതാം അഹൃതാം വത്സ ന ധൃതോ വിഷയേഷ്വഹം വയസ്സാ ഭവതീയേന രംസ്യേ കതിപയാ സമാഹ. എന്താണ് ഇതിന് രണ്ടിനും കൂടിയിട്ടുള്ള അർത്ഥം? ഇപ്രകാരം ലഭിച്ചിരിക്കുന്ന വ്യവസ്ഥാനത്തോടു കൂടിയവനായിട്ട് മൂത്ത പുത്രനോട് കാര്യം പറഞ്ഞു. ഹേ വത്സനായ യദോ, മാതാവിൻ്റെ പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടതായ, ശ്രദ്ധിക്കണം, മാതാവിൻ്റെ പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടതായ ഈ ജരയെ, നിൻ്റെ അമ്മയുടെ അച്ഛനാണ് എനിക്ക് ജര തന്നത്. ആ ജരയെ സ്വീകരിച്ചാലും നിൻ്റെ യൗവനത്തെ നൽകിയാലും വിഷയങ്ങളിൽ ഞാൻ തൃപ്തനായിട്ടില്ല. നിൻ്റെ യൗവനം കൊണ്ട് കുറേ സംവത്സരങ്ങൾ എനിക്ക് നിൻ്റെ അമ്മയോടുകൂടി ലഭിക്കാൻ സാധിക്കണം എന്നുള്ള കാര്യം പ്രസൻറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. ജരയെ മാറ്റം ചെയ്യാനുള്ള അനുഗ്രഹം ശുക്രമുനിയിൽ നിന്ന് ലഭിച്ചപ്പോൾ യയാതി മഹാരാജാവ് മൂത്ത പുത്രനായ യദുവിനോട് പറഞ്ഞു, ഹേ വത്സ യദോ, നിന്റെ അമ്മയുടെ അച്ഛനായ മുനിയുടെ ശാപം നിമിത്തം എന്നെ ബാധിച്ച ജര നീ സ്വീകരിച്ച് നിന്റെ യൗവനം എനിക്ക് തരിക. വിഷയസുഖങ്ങൾ അനുഭവിച്ചു തൃപ്തി വരാതെ ഇരിക്കുന്ന ഞാൻ നിന്റെ യൗവനം കൊണ്ട് കുറേ കാലം കൂടി വിഷയഭോഗങ്ങളിൽ രമിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യദു എന്താ പറഞ്ഞത്? യദു രുവാച, 40ാമത്തെ ശ്ലോകം. ന ഉത്സഹേ ജരസാ സ്ഥാതും അന്തരാ പ്രാപ്തയാ തവ അവിദിത്വാ സുഖം ഗ്രാമ്യം വൈകൃഷ്ണം നൈതി പൂരുഷാം. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ശബ്ദം കോലാഹലമുണ്ട്. ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ ഈ 40ാമത്തെ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുന്നു, അങ്ങയ്ക്ക് മധ്യേ വന്ന് ചേർന്ന ജരയോടുകൂടി ഇരിപ്പാനായിക്കൊണ്ട് ഞാൻ ഉത്സാഹിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമൊന്നുമല്ല. ഞാൻ മൂത്ത മകനാണ്, കടമയും കടപ്പാടൊക്കെ ഉണ്ട്. അത് ഈ രീതിയിൽ എനിക്ക് നടത്താൻ പറ്റില്ല. വിഷയസുഖത്തെ അറിയാതെ കണ്ട് പുരുഷൻ വൈരാഗ്യത്തെ പ്രാപിക്കുന്നില്ല. മൂപ്പര് വേറൊരു ലോ പോയിന്റാണ് പറഞ്ഞത്. എന്താ? ഞാനിപ്പോൾ അങ്ങയ്ക്ക് എൻ്റെ യൗവനം തന്നാൽ അങ്ങയ്ക്ക് സുഖമാണ്, പക്ഷെ എനിക്ക് എൻ്റെ യൗവന സുഖം എന്താണെന്ന് അറിയാതെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് വാനപ്രസ്ഥവും പിന്നെ സന്യാസിയും സ്വീകരിക്കുക? അതുകൊണ്ട് വൈരാഗ്യത്തെ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ഗാർഹസ്ഥ്യം വേണം. അതുകൊണ്ട് എനിക്ക് യൗവനത്തെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. യദു പറഞ്ഞു, യൗവനത്തിൻ്റെ മധ്യമാവസ്ഥയിൽ അങ്ങയ്ക്ക് വന്നു ചേർന്ന മധ്യമാവസ്ഥ എന്നുള്ളത് വലിയൊരു ലോ പോയിന്റാണ്. കുറേ അനുഭവിച്ചുവല്ലോ, ഇനിയിപ്പോൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഇല്ല എന്നാ. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങയ്ക്ക് വന്നു ചേർന്ന ഈ ജര വാങ്ങിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വിഷയസുഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ലല്ലോ. പ്രാകൃത സുഖം സാരമില്ലാത്തതാണെങ്കിലും അതിൻ്റെ സ്വരൂപത്തെ അനുഭവിച്ചറിയാതെ ഇരിക്കുന്ന പുരുഷന് അതിൽ വിരക്തി വരികയില്ല. അതായത് ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഗൃഹസ്ഥനാവണം. അത്യാവശ്യം അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് വിരക്തി തോന്നിയിട്ട് വേണം സന്യാസം സ്വീകരിക്കാൻ. അല്ല ഒരു എടുത്തുചാട്ടത്തിന് സന്യാസം സ്വീകരിച്ചു വിചാരിക്കാം. ചിലവരെ പോലെ ഇല്ലേ, ചില ആൾക്കാർ ഉണ്ടാകണേ പെട്ടെന്നൊരു സുഗന്ധത്തിൽ കുട്ടപ്പനായിട്ട് പ്രത്യക്ഷപ്പെടും. അത് ശരിയല്ല എന്ന് വേദം പറയുന്നുണ്ട്. അതായത് മുന്നോട്ട് പോവാം, പുറകോട്ട് വരരുത് എന്നുള്ള അവസ്ഥ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.